നമസ്കാരം. സത്യത്തിൽ ഇപ്പോഴാണ് രാഹുൽ ഗാന്ധി ശരിക്കും പപ്പുമോനായി മാറിയത്. വികസന പ്രവർത്തനങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്ന, രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ച് താഴെ ഇറക്കുവാൻ പപ്പുമോൻ കണ്ടെത്തിയ ഒരു എളുപ്പ വഴിയായിരുന്നു ഇക്കണ്ട കുഞ്ഞു പാർട്ടികളെയെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത്, കോൺഗ്രസിൻ്റെ ശത്രുക്കളെയെല്ലാം കൂടി സമന്വയിപ്പിച്ച് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സഖ്യം ഉണ്ടാക്കാമെന്ന്. അതിനൊരു പേരും കൊടുത്തു, ഇന്ത്യ മുന്നണി. സാധാരണക്കാരെ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും, ഇന്ത്യ മുന്നണി, ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി, ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി പുതിയൊരു മുന്നണി വന്നു എന്ന്. പക്ഷേ അതൊന്നുമല്ല. സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടയുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഈ ഭാരതത്തിൽ കൊണ്ടുവന്ന ഒരു അവിയൽ മുന്നണിയാണ് ഇന്ത്യ സഖ്യം. എന്നാൽ ഈ സഖ്യത്തിനകത്ത് തന്നെ സത്യത്തിൽ കസേരകൾക്ക് ചേരിതിരിവും തമ്മിലടിയും ഉണ്ടായിരുന്നു. ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. പോരാത്തതിന് തനിക്ക് തന്നെ മുൻപന്തിയിലെത്തണം, തനിക്ക് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്തിരിക്കണമെന്ന് ഈ ഇന്ത്യ സഖ്യത്തിനകത്തുള്ള കോൺഗ്രസ് അടങ്ങുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കുള്ളിലും ഒരു ചർച്ചയും നടന്നിരുന്നു. ഇപ്പോൾ ആ ചർച്ചകൾക്കൊക്കെ ഒരു അവസാനമായിരിക്കുകയാണ്. കാരണം ഇന്ത്യ മുന്നണിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പറഞ്ഞ് കണ്ടം വഴി ഓട്ടിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയിലൂടെ അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടിയുടെ ഘടകകക്ഷികളെടുത്തും ഈ ഒരു ആവശ്യം ഉന്നയിക്കുവാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുവാനുള്ള പഠിച്ച പടി 18 നോക്കിയ പപ്പുമോന് തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ, പപ്പുമോൻ അവിയൽ മുന്നണിയുമായി വന്ന് നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ച് താഴെയിടാൻ നോക്കി എന്നുള്ളതൊക്കെ വാസ്തവമാണ്. എന്തിനു വേണ്ടി എന്നുകൂടി മനസ്സിലാക്കണം. ഈ രാജ്യത്ത്, ഈ രാഷ്ട്രത്തിൽ കഴിഞ്ഞ 50-ലേറെ വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനം കാര്യമായിട്ട് ഒരു ഉപയോഗവും ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഉപദ്രവം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യത്തിലധികം ചെയ്തിട്ടുണ്ട് താനും. ആ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ് രംഗത്ത് വരികയും രാഷ്ട്രത്തിൻ്റെ ഭരണം കയ്യിലെടുക്കുകയും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെ വേണ്ടത്ര പരിരക്ഷ നൽകുകയും ഉറപ്പുവരുത്തുകയും ചെയ്തത്. അപ്പോൾ അത് ഇവർക്ക് കണ്ടുകൊണ്ടിരിക്കുവാനോ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുവാനോ ഉള്ള ഒരു ശക്തിയില്ല. ആ ശക്തിയില്ലാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന അവിയൽ മുന്നണിയുമായിട്ട് ഇവർ രംഗത്ത് വന്നത്. ഈ അവിയൽ മുന്നണി തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്കും, മുത്തശ്ശി പ്രസ്ഥാനം എന്ന് വേണം പറയാം, ഈ മുത്തശ്ശി പ്രസ്ഥാനത്തിനെയും ഒക്കെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ശരിക്കും രാഹുൽ ഗാന്ധിയെ ട്രോളന്മാർ പപ്പുമോൻ എന്ന് വിളിക്കുന്നത് ട്രോളുവാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന വിഡ്ഢിതരത്തെ ട്രോളുവാൻ വേണ്ടി മാത്രമായിരുന്നു പപ്പുമോൻ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്ന് പറയുന്നത് പോലെയായി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും അവസ്ഥ. നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കുവാൻ വേണ്ടി ഇന്ത്യ സഖ്യമുണ്ടാക്കി ആ അവിയൽ മുന്നണി തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പുറത്താക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.